Good morning, dear students. Welcome to S4 class, and I'm going to take entrepreneurship development. Okay, so for this paper you can get any books from your seniors, or else you can follow the Excel Publishers book which is available in our college. So just always follow whether all the syllabus are covered in the books. I'm giving more importance on that because this year we have a slight change in our syllabus. Some of the portions which have been included in the past years is not available now. Okay, so they have revised the syllabus and you are having only the things which you are right now needed. So I always prefer for the revised syllabus to follow a new book. Okay, ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ സീനിയർ കുട്ടികളുടെ കഴിഞ്ഞ ടെക്സ്റ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സം ഓഫ് ദി ന്യൂ തിങ്സ് ഹാസ് ബീൻ ആഡഡ് ആൻഡ് സം ഓഫ് ദി ഓൾഡ് തിങ്സ് ദറ്റ് ഹാസ് ബീൻ എക്സ്ക്ലൂഡഡ് ഓൾസോ. അപ്പോൾ രണ്ട് കാര്യങ്ങളും ആ പേപ്പറിൽ നടന്നിട്ടുണ്ട്. ഇൻക്ലൂഷനും നടന്നിട്ടുണ്ട്, എക്സ്ക്ലൂഷനും നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പുതിയ ബുക്ക് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ തൽക്കാലം എക്സൽ പബ്ലിഷേഴ്സിൻ്റെ ബുക്ക് യൂസ് ചെയ്തിട്ടാണ് ഏകദേശം ഞാൻ നിങ്ങൾക്കിപ്പോൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ടെക്സ്റ്റും രണ്ടും കൂടി റെഫർ ചെയ്തിട്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സെയിം വേർഡ്സ് തന്നെ നിങ്ങൾ വേണമെന്ന് വാശി പിടിക്കരുത്. ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ മാറ്റർ ആൻഡ് ജസ്റ്റ് ഗോ ടു ദി കോണ്ടൻറ്റ് വിച്ച് ഐ ആം സെയിങ്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്ന മാറ്ററിൻ്റെ കോണ്ടൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതല്ലാതെ ഈ വേർഡ് ഇതിലില്ല, ആ വേർഡ് അതിലില്ല എന്നുള്ള ഇഷ്യൂസായിട്ട് ദയവേത് ചെറിയ കുട്ടികളുടെ പോലെ വരരുത്. സോ യു ആർ എ ലിറ്റിൽ ബിറ്റ് ഗ്രോൺ അപ്പ് ചിൽഡ്രൻ ആൻഡ് യു ഹാവ് ടു go through all the books, as much of reference book you have to go through, and you have to collect that much of information, then only you can expand your knowledge. Okay, so in this chapter, before coming to this chapter or the paper, I'll just introduce the syllabus to you. Okay, so in this entrepreneurship development, you're having 5 modules. And the first module is completely about the entrepreneur. Okay, who is an entrepreneur and what is the role of the entrepreneur, characteristics, and what is the importance of entrepreneurship in the Indian economy എന്നുള്ള കാര്യങ്ങളും കൂടിയാണ് നമുക്കതിൽ മെയിനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ട്രെയിനിങ്ങിൻ്റെ മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഫേസസ് ഓഫ് entrepreneurship ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ബഡ്ജറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഹാവിങ് എ വെരി ക്ലിയർ ഐഡിയ ദാറ്റ് ഓൾ ഓഫ് ദി പീപ്പിൾ that is in the ministry level, they are giving more stress on the entrepreneurship development. They are giving more importance that people have to startups, they have to come up with the startups. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ്സായിട്ട് ആൾക്കാർ മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഈ ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് യു വുഡ് ഹാവ് മൈറ്റ് ലേൺഡ് വെരി ക്ലിയർലി ഇൻ ദി ഫസ്റ്റ് സെമസ്റ്റർ ഇൻ ദ പാർട്ട് ഓഫ് ഇക്കണോമിക്സ്. ഓക്കെ, ഇക്കണോമിക്സിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഏതൊരു കൺട്രിയുടെ എക്കണോമി ലെവൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് അവിടെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളാണ്.
സോ എത്രമാത്രം ബിസിനസ് സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ അത്രത്തോളം നാടിൻ്റെ എക്കണോമി ലെവൽ ഇൻക്രീസ് ചെയ്യും, അൺഎംപ്ലോയ്മെൻറ്റ് ഡിക്രീസ് ചെയ്യും, ആൾക്കാർക്ക് ഒരു നല്ല ലെവലിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അതിനെ കുറച്ച് കാലഘട്ടം മുമ്പ് വരിക്കും എന്തുണ്ടായെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉള്ള നല്ല ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള യങ് പീപ്പിൾ, എനർജറ്റിക് പീപ്പിൾ ഫോർ ഹാവിങ് മോർ നോളജ് ആൻഡ് സ്കിൽ, ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് പുറമെയുള്ള രാജ്യങ്ങളിൽ ചെന്നിട്ടാണ്. സോ പുറമെയുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർക്ക് എന്ത് മെച്ചമാണ് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത്? അതായത് നമ്മുടെ കൺട്രിയും ഓരോ അതർ കൺട്രീസും തമ്മിലുള്ള കറൻസി റേറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ, അവർക്ക് അവിടെ കിട്ടുന്ന സാലറിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ ആഗ്രഹിച്ചു കൊണ്ടാണ് പല യുവാക്കളും നല്ല രീതിയിൽ പഠിപ്പും കഴിവും നോളജും സ്കില്ലും എല്ലാ ടാലൻസുമുള്ള പീപ്പിളൊക്കെ വർക്ക് ചെയ്യുന്നത് ഔട്ട്സൈഡ് കൺട്രിയാണ്. സോ നമ്മുടെ കൺട്രിയിൽ കിട്ടേണ്ടതായിട്ടുള്ള, നമ്മുടെ കൺട്രിക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും പോകുന്നത് പുറമേ രാജ്യത്തിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ എംപ്ലോയീസിനാണ്. സോ പുറമേ രാജ്യങ്ങളാണ് ഒരു ബെറ്റർ പൊസിഷനിൽ വരുന്നത്. ആൻഡ് വി പീപ്പിൾ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളവർക്ക്, എന്താ പറയുക, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് പറന്നു പോയി. അപ്പോൾ ഇവർക്ക് നമുക്ക് ഉദ്ദേശിച്ച ജോലിയും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തുണ്ടാവുന്നത്? അൺഎംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബിസിനസ് സ്ഥാപനങ്ങൾ എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നുവോ അത്രയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യും, അൺഎംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ആവും, നാടിൻ്റെ എക്കണോമി ലെവൽ ബെറ്റർ ലെവലിലേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് മുഴുവൻ സ്ട്രെസ് ചെയ്യുന്നത് ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ മുഴുവനും സ്ട്രെസ് ചെയ്യുന്നത്. ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എത്ര ഇൻസെൻറ്റീവ്സും സബ്സിഡീസാണ് അവർ ഓരോ ബഡ്ജറ്റിങ്ങിലും നമുക്ക് വേണ്ടി നീക്കി വയ്ക്കുന്നത് എന്നുള്ളത് ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പേപ്പർ വായന ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഇതിനെക്കുറിച്ചുള്ളൊരു നോളജ് കിട്ടും. നമ്മുടെ കേരള ബഡ്ജറ്റിങ്ങിലായാലും നമ്മുടെ സെൻട്രൽ ബഡ്ജറ്റിങ്ങിലായാലും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മുഴുവൻ അതിന് തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾ ന്യൂസിലൊക്കെ നമുക്ക് കേൾക്കാം, ഇനി കോവിഡിൻ്റെ പേരിൽ ഒരു ഇളവുകളും നമ്മൾ ഗവൺമെൻറ് തരാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം മറന്ന് വരേണ്ടി വരും. അതിൽ കോവിഡായിട്ട് സർവൈവ് ചെയ്യുന്നവർ സർവൈവ് ചെയ്യും, അല്ലാത്തവർ അവസാനിപ്പിക്കും. ഇതൊക്കെയാണ് അതിൽ സംഭവിക്കാനുള്ളത്. അപ്പോൾ എന്തിനായാലും നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളും തീരുമാനിച്ചേക്കുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് വിമൻ ഓൺടർപ്രണേഴ്സിനെ കുറിച്ചിട്ട്. ഓക്കെ, ഓൺടർപ്രണേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ദി മെൻ എന്നുള്ളത്, ഇറ്റ് ഈസ് ഓൾസോ കൺസിഡർഡ് ഫോർ ദി വിമൻ ഓൾസോ. ആൻഡ് ദെൻ ദി സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് വരുന്നത് DIC, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ എത്രത്തോളം ഇവരാണ് ഏറ്റവും കൂടുതൽ DICs ആണ് ഏറ്റവും കൂടുതൽ ഓൺടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഓൺടർപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും. ഓക്കെ, സോ അതേപോലെ തന്നെ കിറ്റ്കോനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സ്റ്റെപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാനായിട്ടുള്ളതാണ് സെക്കൻഡ് ചാപ്റ്റർ. ഇൻഡസ്ട്രിയൽ ഏരിയ, ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണ്, സബ്സിഡീസ് എന്തൊക്കെയാണ്, ഓക്കെ, അതിനെ റിലേറ്റ് ചെയ്ത് കിൻഫ്ര പാർക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ സെറ്റപ്പ് ചെയ്തത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്, സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് MSMEനെ കുറിച്ചിട്ടാണ്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഒരു മൈക്രോ ഇൻഡസ്ട്രി തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഒരു സ്മോൾ ഇൻഡസ്ട്രി തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഒരു മീഡിയം സൈസ്ഡ് ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ആൻസിലറി യൂണിറ്റ്സ് ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത്, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അതിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് വരുന്നുണ്ട്, സിക്ക് യൂണിറ്റ്സ്, ഓക്കെ, പ്രൊഡക്ഷൻ
നടത്താൻ പറ്റാത്ത സിക്ക് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ സിക്ക് യൂണിറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക്. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് രജിസ്ട്രേഷൻ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ രജിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, രജിസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ, രജിസ്ട്രേഷൻ മസ്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി അബൌട്ട് ദി സ്റ്റാർട്ടിങ് അപ്പ് മൈക്രോ ഓർ സ്മോൾ ഓർ മീഡിയം സൈസ്ഡ് ഇൻഡസ്ട്രി എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് ദെൻ അത് ഫോർത്ത് മൊഡ്യൂളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആണ്. ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റിയുടെ കാര്യങ്ങൾ നോക്കണം. അതേപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, പൊല്യൂഷൻ കൺട്രോൾ ക്ലിയറൻസസ്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ ഒരു നമ്മൾ റിയാലിറ്റിയിലേക്ക് വരികയാണ്. വി ആർ ഗോയിങ് ടു പുട്ട് ദി ഓർഗനൈസേഷൻ ഇൻ ടു റിയാലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലീഗൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മളതിൽ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 to 60% ഓഫ് ദി ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും. എന്താണ് പ്രൊജക്റ്റ് റിപ്പോർട്ട്, പ്രൊജക്റ്റ് റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ആവശ്യമായിട്ടുള്ള കണ്ടൻസ് എന്തൊക്കെയാണ്, ഓക്കെ, എന്തിനെക്കുറിച്ചൊക്കെ സ്റ്റഡി നടത്താം, എങ്ങനെയൊക്കെ സ്റ്റഡി നടത്താം, എന്തൊക്കെ സ്റ്റഡികൾ നടത്താം എന്നതിനെക്കുറിച്ചിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എൻറ്റയർ ഒരു പ്രൊജക്റ്റ് ഫൈനലി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ട സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, നമ്മൾ എടുക്കേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ 5 മൊഡ്യൂളാണ് നമുക്ക് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ഏകദേശം നിങ്ങൾക്ക് EDP എന്താണെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അല്ലേ. ഓക്കെ, ഇനി നൗ ടെൽ മീ ഹു ഈസ് ആൻ എൻ്റർപ്രണർ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. എൻ്റർപ്രണേഴ്സിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നല്ല ഫിലിംസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിമൻ എൻ്റർപ്രണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ശ്രീദേവിയുടെ ഒരു പിക്ചറുണ്ട്. സോ അതിൽ ഇന്ന് വിമൻ എന്ന് പറയുന്നൊരു വ്യക്തി പല പ്രശ്നങ്ങളും, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം പല തരത്തിലുള്ള ഹേർഡിൽസ് ഉണ്ട്. ഒരു വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ആവശ്യമായിട്ടുള്ള ലഭിക്കേണ്ട ഫ്രീഡം അവൾ വിചാരിച്ച പോലെ അവളുടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഒരു ഫ്രീഡം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് അവളുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ ഫീമെയിലിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ പേരിൽ അധികം സ്വത്തുക്കൾ ഉണ്ടാവില്ല. സാധാരണ നമ്മൾ എന്താ പറയുക, ആൺമക്കൾക്ക് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുമ്പോൾ സ്വത്തും കാര്യങ്ങളും ലാൻഡ് എന്ന് പറയുന്ന അസറ്റ്സ് എന്ന് പറയുന്നത് ഭൂരിഭാഗവും ആണുങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും. സോ അവർക്കൊരു ലോൺ കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ശ്രദ്ധിച്ച് വിമൻ എൻ്റർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പല മാർഗങ്ങളും ഇന്ന് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിമൻ എൻ്റർപ്രണർഷിപ്പിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മലയാളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജയസൂര്യ ചെയ്തിട്ടുള്ളൊരു ഫിലിമുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ അവൻ ആ ചന്ദനത്തിരി ആനയുടെ ചാണകത്തിൽ നിന്ന് അവൻ എടുക്കുന്ന അതിലൊരു ചന്ദനത്തിരി ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം അതവൻ കണ്ടുപിടിച്ചു, പ്രൂവ് ചെയ്ത്, ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഇറ്റ് ആസ് എൻ ഓൺടർപ്രണർ, അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പായിട്ട് അവൻ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അവൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഒരു ഓൺടർപ്രണർ അയാളുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് അയാൾ ഫേസ് ചെയ്യുന്ന തടസ്സങ്ങൾ എന്താണ്, റിയാലിറ്റിയിൽ അത് വളരെ കൃത്യമായിട്ട് അവരെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് സെക്കൻഡ് പാർട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. ഫസ്റ്റ് പാർട്ടാണ് അതിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട്. അവസാനം അതിൽ അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സൈലൻ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്. ഓക്കെ, അത് അവൻ്റെ വൈഫ് തന്നെയാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന ആ സപ്പോർട്ട്, ആ കൊടുക്കുന്ന എൻകറേജ്മെൻറ്റ്, ആ കൊടുക്കുന്ന വിശ്വാസം, അത് എന്തൊക്കെ ഏത് ഭാഗത്തു നിന്നൊക്കെ എന്തൊക്കെ തളർച്ച വന്നാലും അതവന് എഴുന്നേറ്റ് നിന്ന് വീണ്ടും ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ എന്താ പറയുക, നമുക്ക്
ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ വെരി ഈസി ടാസ്ക് എന്ന് നമുക്ക് പറയാം. കാരണം ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്നത് അത് നാളെ തന്നെ പൂട്ടിക്കാണാനല്ല. അതിൻ്റെ ഒരു ലോഞ്ചിറ്റിവിറ്റി അല്ലെങ്കിൽ അതൊന്ന് കുറച്ച് ഒരു ലോങ് ഇയേഴ്സിലേക്ക് നമുക്കത് റൺ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിലേക്ക് മാറ്റങ്ങൾ വേണം. അപ്പോൾ അങ്ങനെ ഒരു ഡ്രീമാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ബിസിനസ് മെൻ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ബ്ലഡിൽ ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ഒരു ഗവൺമെൻറ് പ്രൊഫഷണലിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസേഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയിലാണ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മകൻ വന്ന് പറയുകയാണ്, അമ്മ ഞാൻ അമ്മയും അച്ഛനോടും പറയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയും അച്ഛനും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. രണ്ട് പേരും ഗവൺമെൻറ് സെർവൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയുക എന്താണെന്നുണ്ടെങ്കിൽ, മകനെ നമുക്ക് ബിസിനസ് എന്ന് പറയുന്നത് ഇസ് കംപ്ലീറ്റ്ലി ഫിൽഡ് അപ്പ് വിത്ത് ദി റിസ്ക് ആൻഡ് ലോസസ് ആൻഡ് അൺസർട്ടനിറ്റീസ്. So you are not sure what is going to happen in future. So on what basis you are going to start the venture or you are going to start the business എന്നുള്ള ചോദ്യങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് വരിക. എന്താണ് നമ്മളെ ബിസിനസ്സിലേക്ക് പ്രേരിപ്പിക്കുന്നത്? നമ്മൾ പ്രേരിപ്പിക്കുന്ന പലതുകൊണ്ടായിരിക്കാം. ചിലപ്പം ഇന്നത്തെ സാഹചര്യം ബിസിനസ്സിലേക്ക് നമ്മളെ നയിച്ചേക്കാം. ചിലപ്പോൾ എക്കണോമിയിൽ വരുന്ന മാറ്റങ്ങൾ ബിസിനസ്സിലേക്ക് നയിച്ചേക്കാം. സോ ഒരു ഫ്ലെയിം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അയാളുടെ ഡ്രീമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ അതിൻ്റെ പിറകെ ആയിരിക്കും. സോ പരമാവധി ഇപ്പോൾ എന്താ പറയുക, എപ്പോഴും ഒരു ജോലി സാലറീഡ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഫാമിലിയിൽ എല്ലാവരും സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ മിക്കതും ആ പ്രൊഫഷൻ തന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പരമാവധി ഫ്യൂച്ചർ ബിസിനസ്സിനെ കുറിച്ചിട്ട് തന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്യുക. So still I am asking you, who is an entrepreneur എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആരാണ് entrepreneur എന്ന് പറയുന്ന വ്യക്തി? ഓക്കെ, any person who is ready to take risk, who is ready to face loss, who is certain in the uncertainties is known as entrepreneur, and who is exploiting the opportunities, who is fulfilling the dream is an entrepreneur എന്ന് നമുക്ക് പറയാം. ഓക്കെ, എല്ലാവരുടെ മനസ്സിലും ഉണ്ട് ഒരു ആഗ്രഹം, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന ജോലിക്ക് പോകണം എന്നുള്ളത്. നേരെ മറിച്ച് ഒരു ജോലി ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ദാറ്റ് ഈസ് എ വിജയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ വിക്ടറി. ഓക്കെ, നമ്മൾ കാരണം 10 ആൾക്ക് നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇസ് നോട്ട് എ വെരി സിമ്പിൾ തിങ് ആസ് യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഇസ് കംപ്ലീറ്റ്ലി റിസ്ക് ഫിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് ഫിൽഡ് അപ്പ് വിത്ത് അൺസർട്ടനിറ്റീസ്. ആൻഡ് പേഴ്സൺ ഹു ഈസ് റെഡി ടു ആക്സെപ്റ്റ് ഓൾ ദോസ് തിങ്സ് ആൻഡ് റെഡി ടു എക്സ്പ്ലോയ്റ്റ് ദ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ is known as an entrepreneur. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്, കോൺസെപ്റ്റ്സ് ഓഫ് entrepreneur and entrepreneurship. So when it is known as an entrepreneurship, so when it is begin as a enterprise, when it is begin as an enterprise, it is known as entrepreneurship. അപ്പോൾ മാനേജർ ആരാണ്, ഓണർ ആരാണ്, ഡിഫറൻസ് ഉണ്ടോ? ഷുവർ യു ആർ ഹാവിങ് ദി ഡിഫറൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ലേൺ അബൌട്ട് ദി ഡെഫിനിഷൻസ്. നൗ ഐ ഹാവ് ഗിവൻ യു ദ പെർഫെക്റ്റ് മീനിങ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓൺട്രപ്രണർ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആൻഡ് നൗ വി ക്യാൻ ഗോ ടു സം ഓഫ് ദി ഡെഫിനിഷൻസ് ഗിവൻ ബൈ ദി നമ്പർ ഓഫ് പേഴ്സൺസ്. BBC ഇംഗ്ലീഷ് ഡിക്ഷണറി ഒരു സിമ്പിൾ ഡെഫിനിഷൻ പറയുന്നുണ്ട് entrepreneur എന്ന് പറയുന്ന വ്യക്തിനെ. ആൻഡ് entrepreneur is a person who set up a business. Simple definition ആണ്. So any definition you can write it down. So BBC തരുന്ന definition എന്ന് പറയുന്നത് ഏത് person ആണ് who is starting up a business is known as an entrepreneur. Next one is Britannica, an encyclopedia.
is also giving another definition for you. An individual who bears the risk operating a business in the face of uncertainty about the future conditions, which I have already told you. The future is completely filled up with the uncertainties. That is very certain. Okay, and you are going to take the decisions and you are going to do the future. When you don't know anything about the future conditions and you are going to start the business, which is full of risk, so which you are ready to take up. Sometimes പറഞ്ഞ പോലെ ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവില്ല. നമുക്ക് പറയാൻ പറ്റില്ല. ബിസിനസ്സിൽ എപ്പോഴും അങ്ങനെയാണ്, മതിലുമ നിൽക്കുന്ന പൂച്ചേനെ പോലെയാണ്. ഇങ്ങോട്ടാണോ ചാട, അങ്ങോട്ടാണോ ചാട, പറയാൻ പറ്റില്ല. പൂച്ച ചാടിയാലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു ബിസിനസ്. വിജയിക്കോ വിജയിക്കില്ലേ, എന്താണ് സംഭവിക്കുക, വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ബട്ട് വി ആർ ഷുവർ ദാറ്റ് വി ക്യാൻ ഡു ഇറ്റ്. ഇനിഷ്യലി നമുക്ക് കുറച്ച് ലോസസ് ഫേസ് ചെയ്യേണ്ടി വരും, കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ ഫങ്ഷൻസിനും നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ലൈവിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ നമുക്കതിൽ ഏറ്റവും നല്ല ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റിയത് ഒന്ന് ജോസഫ് എ ഷംപീറ്റർ തരുന്ന ഡെഫിനിഷനാണ്. ഓക്കെ, he defines an entrepreneur as one who innovates. A person, an entrepreneur എന്ന് പറയുന്നത് one who innovates. ജസ്റ്റ് വേണമെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ. raises money, assembles inputs and sets the organization going with his ability to identify them and opportunities which others are not able to fulfill such economic opportunities. So ഇവിടെ വളരെ ക്ലിയർ ഡെഫിനിഷനാണ് ജോസഫ് എ ഷംപീറ്റർ നമുക്ക് തരുന്നത്. ക്ലിയർ. an entrepreneur എന്ന് പറയുന്ന പേഴ്സൺ is one who innovates. Innovation, ബിസിനസ് എന്ന് പറയുമ്പോൾ ഇന്നൊവേഷൻ, ക്രിയേറ്റിവിറ്റി, പുതിയ ഐഡിയയും കൊണ്ട് രംഗത്തേക്ക് വരുന്നൊരു വ്യക്തി. ഓക്കെ, അതാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. വൺ ഹു ഇന്നൊവേറ്റ്സ്, വൺ ഹു റേസസ് മണി, ആരാണോ അതിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന വ്യക്തി. ആൻഡ് അസംബിൾസ് ഇൻപുട്സ്, അപ്പം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ എവിടെ നിന്നൊക്കെയാണോ അത് കൊണ്ടുവരിക എന്നുള്ളത്. ആൻഡ് സെറ്റ്സ് ദി ഓർഗനൈസേഷൻ ഗോയിങ്, അപ്പോൾ അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആരാണോ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, ആരാണോ ഒരു പുതിയ ഐഡിയ ആയിട്ട് കൊണ്ടുവരുന്നത്, ആരാണോ അതിലേക്കുള്ള ഇൻപുട്ട് കൊണ്ടുവരുന്നത്. ആൻഡ് ദി പ്രോസസ് ഈസ് ഗോയിങ് ഓൺ, ദാറ്റ് ഈസ് വി കോൾ ആസ് ഓർഗനൈസേഷൻ ഗോയിങ്. ഹു സെറ്റ്സ് ദി ഓർഗനൈസേഷൻ ഗോയിങ് എന്നുള്ളത്. വിത്ത് ഹിസ് എബിലിറ്റി ടു ഐഡൻറ്റിഫൈ ദം ആൻഡ് ദി ഓപ്പർച്യൂണിറ്റീസ്, ആളുടെ എബിലിറ്റിയാണ് കാര്യങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളത്. അതേപോലെ ആൻഡ് ഐഡൻറ്റിഫൈ ദി ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അയാൾക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വാതിൽമ ഒന്നും തട്ടില്ല. ഞാനിതാ ഓപ്പർച്യൂണിറ്റി വന്നേക്കണു, എന്നെ നിങ്ങൾ യൂസ് ചെയ്തോളൂ എന്ന് ഒരു ഓപ്പർച്യൂണിറ്റിയും വന്ന് നമ്മുടെ അടുത്ത് എന്നും പറയില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. It is the person, the entrepreneur, who have to identify where does the opportunity lies down എന്നുള്ളത്. ലൈ ഡൗൺ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ എടുക്കുക, നമ്മളത് എക്സ്പ്ലോയ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് അതേഴ്സ് ആർ നോട്ട് ഏബിൾ ടു ഫുൾഫിൽ സച്ച് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. എവിടെയാണോ ഇത് ഓപ്പർച്യൂണിറ്റീസ് അവിടെ അവൈലബിൾ ആണ്, പക്ഷേ എല്ലാവർക്കും അത് ഒരുപോലെ ആക്സെപ്റ്റബിൾ അല്ല. സോ എ പേഴ്സൺ ഹു ഈസ് ഐഡൻറ്റിഫൈയിങ് ദോസ് ഓപ്പർച്യൂണിറ്റീസ്, അവരിനെയാണ് നമ്മൾ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി ക്ലിയർ ഡെഫിനേഷൻ. കാരണം ഒരു ഓൺട്രപ്രണറിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇന്നോവേഷൻ വരുന്നുണ്ട്, അയാളുടെ ഇൻപുട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അസംബിൾ ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്, അതിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷൻ റണ്ണിങ്ങിലേക്ക് കൊണ്ടുവരണം. അവിടെ വെച്ച് ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതാണോ മറ്റുള്ളവർ കണ്ടെത്താത്തത് അത് നമ്മൾ കണ്ടെത്തും വേണം. അങ്ങനെയാണ് നമുക്കതിൽ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനിഷനാണ് നമുക്ക് ജോസഫ് എ ഷംപീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻ ഓൺട്രപ്രണർ
as one who innovates, raises money, assembles inputs, and sets the organization going with his ability to identify them and opportunities with which others are not able to fulfill such economic opportunities എന്നുള്ളതാണ്. Okay, so number of definitions is available in your textbook, and which one is more satisfiable for you and which one is easy to read, you can go for it. Okay, പക്ഷേ ഡെഫിനേഷനിൽ മാത്രം മക്കൾ വെള്ളം ചേർക്കരുത്, നിങ്ങളുടെ ഓൺ വേർഡ്സ് അതിൽ ആഡ് ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എഴുതിക്കോളൂ. അപ്പോൾ ഏത് പേഴ്സണെയാണോ നമ്മൾ ഡെഫിനേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ പേഴ്സൻ്റെ ഡെഫിനേഷൻ ക്ലിയർ ആയിരിക്കണം. അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാർക്ക് പോലും നമുക്കതിൽ കിട്ടില്ല. അപ്പോൾ ഡെഫിനേഷൻസ് എഴുതുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. കൃത്യമായിട്ട് നമ്മുടെ ഒരു അഡീഷണൽ വേർഡ്സ് പോലും അതിൽ വരുത്താനും പാടില്ല. സോ ഹൗ എ പേഴ്സൺ ഹസ് ഡിഫൈൻ, അതുകൊണ്ടാണ് ആളുടെ പേര് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പേരിട്ടിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാമല്ലോ. Okay, so please don't go for that. So if you are defining any definition or anything, define it properly with the correct name, right? And now we will see the characteristics of entrepreneurs. അപ്പോൾ entrepreneurs ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. റിസ്ക് എടുക്കാനായിട്ട് റിസ്ക് ബെയറാണ്. അതേപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിവുള്ളൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ്. ആ ക്രിയേഷന് നല്ല റിസൾട്ടും കിട്ടുന്നൊരു പേഷ്യനാണ്. ടെക്നോളജി യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, പുതിയ പുതിയ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ്, എൻതൂസിയാസം, ഈ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഏറ്റുകഴിഞ്ഞാൽ അത് ഏറ്റതാവണം. ഇപ്പം നമ്മളൊരു ബിസിനസ്സിൽ ഒരിക്കലും ഒരു കാര്യം നാളേക്കെന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച കാര്യം ഇന്ന് കംപ്ലീറ്റ് ചെയ്താലേ നാളെ അത് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അവിടെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, റെസ്പോൺസിബിൾ പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ ഫെയിലിയർ മാത്രമേ നമുക്കവിടെ സംഭവിക്കൂ. അവിടെ നമുക്ക് ഓവർ റെസ്പോൺസിബിളാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർ കോഷ്യസ് ആയിട്ട് കൃത്യമായിട്ട് നമ്മളത് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഓൺട്രപ്രണർ എന്ന് പറയുന്ന പേഴ്സൺ തിങ്കറാണ്, ഡൂവറാണ്, പ്ലാനറാണ്, വർക്കറാണ്. ഇതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മളൊരു കാര്യം ഡ്രീം ചെയ്താൽ പോരാ, ഡ്രീം ചെയ്ത കാര്യം നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ പേഴ്സൺ ഡൂവർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. ഇനി വർക്കറിന് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള എബിലിറ്റി, കപ്പാസിറ്റി നമ്മുടെ കയ്യിലുണ്ടാവും. ഞാൻ വലിയ മുതലാളിയാണ്, ഓക്കെ, വേണമെങ്കിൽ നിങ്ങളിത് ചെയ്തോ, ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, ചില സമയത്ത് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും നമുക്ക് നമ്മുടെ വർക്കേഴ്സിൻ്റെ അടുത്ത്. സോ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇനി ഒരു പേഴ്സൺ ഇല്ല അയാളുടെ കുറവ് തീർക്കാൻ, അന്നത്തെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയേ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങേണ്ടി വരും ജോലിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഐ എം എ ബിഗ് ഓണർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഇനീഷ്യലി വർക്ക് ചെയ്ത് നമ്മുടെ സബോർഡിനേറ്റ്സിന് അതല്ലാതെ നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അവരോടൊപ്പം തന്നെ നിന്ന് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, entrepreneurs always looks for opportunities and exploits them for economic gains. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് പാഴാക്കാറില്ല. ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എന്താ പറയുക, ഒരു 1000 rupees 500 rupees പിൻവലിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലും ആ ഒരു സമയത്ത് പോലും ബിസിനസ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ചെയ്ത ബിസിനസ് എന്താണെന്നുണ്ടെങ്കിൽ 1000 രൂപ പഴയ നോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 800 രൂപ അവർ പുതിയ നോട്ടായിട്ട് തിരിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് 100ൻ്റെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ തിരിച്ചു കൊടുക്കും. കാരണം അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1000 rupees ആൾക്കാരുടെ കയ്യിൽ കിട്ടാണ്ട് നെട്ടോട്ട് ഓടിയ സമയമുണ്ട്.
ഓക്കെ. ഒരു ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് മൊത്തം 1000 rupees ആൻഡ് 500 rupees അങ്ങനെ തന്നെ അവർ പിൻവലിച്ചു. കുറേ ആൾക്കാരുടെ സേവിങ്സ് ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുടെ കയ്യിലുണ്ടായിരുന്നു. പൈസ മാറ്റുക എന്ന് പറയുമ്പോൾ ബാങ്കിൽ പോകുമ്പോൾ അത് കറക്റ്റായിട്ട് എന്താ പറയുക വൈറ്റ് മണി ആയിട്ട് വരും. നമ്മൾ ഇതിനൊക്കെ സോഴ്സ് കാണിക്കേണ്ടി വരും. പല ആൾക്കാരുടെ കയ്യിലും ബ്ലാക്ക് മണി ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവർ ചെയ്തിരുന്ന ഒരു മാർഗ്ഗമാണ്. ദാറ്റ് ഈസ് ഇത് കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, മാറ്റി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. മാറ്റി കൊടുക്കുന്ന ആൾക്കാർ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 400 രൂപ തരും, 100 രൂപ അവർക്ക് കമ്മീഷനാണ്. സോ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രം ബിസിനസ്, അതായത് ഇങ്ങനത്തെ ഓരോന്ന് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. എത്ര പേര് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ഓപ്പർച്യൂണിറ്റി ആയാലും, വട്ട് എവർ ഓപ്പർച്യൂണിറ്റി ഇറ്റ് ഈസ്, they are making use of it and they are utilizing it for the economic gain എന്നുള്ളതാണ്. ഓക്കെ. അത് വീണെടുത്ത് വിദ്യയാക്കുന്ന ആൾക്കാരാണ് ഒരുവിധം ആൾക്കാരും. അവർക്ക് വീണ് കിട്ടുന്ന ഏത് ഓപ്പർച്യൂണിറ്റിയും അവർ എന്താക്കി മാറ്റും, അവർ എക്കണോമിക്കൽ ഗെയിനായിട്ട് അത് മാറ്റും. അതേപോലെ തന്നെ entrepreneur who undertakes venture not for his personal gain alone but for the benefits of the consumers, governments and the society. ഓൺട്രപ്രണറിൽ എപ്പോഴും അവരുടെ എക്കണോമിക് ഗെയിനും അവരുടെ പേഴ്സണൽ നേട്ടങ്ങളും മാത്രം നോക്കുന്ന ആൾക്കാർ മാത്രമല്ല അവിടെയുള്ളത്. പല ആൾക്കാരും വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി എന്നുള്ള രീതിയിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഓക്കെ. ഗവൺമെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പല രീതിയിലും ഗുഡ് തിങ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ ഓൾവേസ് അവരുടെ പേഴ്സണൽ ഗെയിൻ മാത്രമല്ല, ഇങ്ങനെയും മാറ്റി ചിന്തിക്കുന്ന പല ആൾക്കാരും നമ്മളെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ റിസോഴ്സസ് റിക്വയർഡ് ടു എക്സ്പ്ലോയ്റ്റ് ദി ഓപ്പർച്യൂണിറ്റി. അവരൊരു കാര്യം ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ, അവരൊരു കാര്യം അവർ എക്കണോമിക്കൽ ഗെയിന് എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, അവർ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോയ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, ആ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോയ്റ്റേഷന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എവിടേക്കാണെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കും. വിത്ത് ദി അവൈലബിൾ റിസോഴ്സസ് നമ്മൾ മാക്സിമം നമ്മൾ ബിസിനസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെയിനായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ where do we can get the raw materials at very cheap rate എന്നുള്ളതാണ്. ഗുഡ് ക്വാളിറ്റി അറ്റ് ചീപ്പ് റേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് അബൻഡൻ്റ് ആയിട്ട് ഏത് പ്ലേസിൽ നിന്നാണോ നമുക്ക് കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഇറ്റ് അറ്റ് എ വെരി എക്കണോമിക്കൽ പ്രൈസിന് നമുക്കത് കിട്ടും ചെയ്യും. നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പരമാവധി നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. Okay, and then entrepreneurs start their own business because they do not like to work for others. ഈ ഓൺട്രപ്രണർഷിപ്പിൽ വരുന്ന വേറൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. സോ അവരെ ഇൻട്രസ്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഐഡിയാസ് ആ കാര്യങ്ങളൊന്നും അവർക്ക് ചിലപ്പോൾ അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവരുടെ ഐഡിയ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഫ്രീ മൈൻഡോട് കൂടി വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നതും കൂടിയാണ് ഒരു ഓൺട്രപ്രണേഴ്സ് എന്ന് അതും കൂടിയാണ് അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഒരു എക്സ്ട്രോർഡിനറി വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. കാരണം അവരുടെ പാഷൻ ഉണ്ട്, അവരുടെ ഡ്രീം അതിലുണ്ട്, അവരുടെ വിഷൻ ഉണ്ട്, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. Okay, so a clever entrepreneur does not take high risk. He is not a gambler. He prefers to take moderate and calculated risk. അപ്പോൾ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ റിസ്ക് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയെന്നല്ല നമ്മൾ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഏകദേശം ഒരു കാൽക്കുലേറ്റ് ചെയ്ത് ഒരു മോഡറേറ്റ് റിസ്ക് ഏറ്റെടുക്കുക, അതിലൂടെ അങ്ങോട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ അങ്ങോട്ട് നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ റിസ്ക്കും ഏറ്റെടുത്തിട്ട് അവസാനം നഷ്ടക്കച്ചവടമായിട്ട് നമ്മൾ മാറരുത്. സോ വാട്ട് ബിസിനസ് വി ആർ ഡൂയിങ് എന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക, അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതിന് വല്ലാത്ത റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കാം. എക്കണോമിക്കൽ റിസ്ക്കൊക്കെ നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ്. ഒരു പരിധി വരെയുള്ള റിസ്ക്കുകൾ നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഓൺട്രപ്രണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നേച്ചറായിട്ട് വരുന്നത്. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിഫിക്കേഷനാണ്. ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സാണ്. നമുക്ക് പല രീതിയിൽ ഓൺട്രപ്രണേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ അതിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ടൈപ്പ് ഓഫ് ഓൺട്രപ്രണർ ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്.
അപ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ഓഫ് ബിസിനസ്, ആ വ്യക്തി ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബിസിനസ്സിന് റിലേറ്റ് ചെയ്തിട്ടാണ് ഏത് ക്ലാസിഫിക്കേഷനിലാണ് ഈ ഓൺട്രപ്രണർ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. അതിൽ 5 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിസിനസ് ഓൺട്രപ്രണർ ആണ്. സെക്കൻഡ് വൺ നമുക്ക് ട്രേഡിംഗ് ഓൺട്രപ്രണർ. തേർഡ് വൺ ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ. ആൻഡ് ഫോർത്ത് വൺ കോർപ്പറേറ്റ് ഓൺട്രപ്രണർ. ആൻഡ് ഫിഫ്ത്ത് വൺ അഗ്രികൾച്ചർ ഓൺട്രപ്രണർ എന്നുള്ളതാണ്. സോ ഇനി ജസ്റ്റ് ബിസിനസ് ഓൺട്രപ്രണറിൻ്റെ അവിടെ നിന്ന് ഹൈഫൻ ഇട്ടിട്ട് നോട്ട് ചെയ്തോളൂ. ഹു ഡിസ്കവേഴ്സ് ആൻ ഐഡിയ ടു സ്റ്റാർട്ട് എ ബിസിനസ്. സോ ഇവിടെ വരുന്ന പോയിൻ്റ് എന്താണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഓൺട്രപ്രണർ എന്ന് പറയുന്ന വ്യക്തി ഹു ഡിസ്കവേഴ്സ് ആൻ ഐഡിയ ടു സ്റ്റാർട്ട് എ ബിസിനസ്. ആരാണോ അയാളുടെ സ്വന്തം ഐഡിയ എന്ന് പറയുന്നതിന് ജീവൻ കൊടുക്കുന്നത്. നമുക്ക് ഐഡിയ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഐഡിയ ആയിട്ട് തന്നെ അവിടെ ഇരിക്കുള്ളൂ. സോ വെൻ ദോസ് ഐഡിയ ഇസ് ഗിവൻ ബർത്ത് ആസ് എ ബിസിനസ്, അതിനെയാണ് നമ്മൾ ബിസിനസ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി അയാളുടെ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അയാൾ സെറ്റപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെയാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈപ്പിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരിനെയാണ് ബിസിനസ് ഓൺട്രപ്രണേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ട്രേഡിംഗ് ഓൺട്രപ്രണർ ആണ്. സോ ട്രേഡിംഗ് ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹൈഫൻ ഇട്ടിട്ട് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്താണെന്നുണ്ടെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് മാനുഫാക്ചേർഡ് ഗുഡ്സ്. സോ അവിടെ രംഗത്തേക്ക് വരുന്നത് ബൈയിങ് ആൻഡ് സെല്ലിങ് മാനുഫാക്ചേർഡ് ഗുഡ്സ്. അവിടെ എന്ത് നടക്കുന്നില്ല? മാനുഫാക്ചറിങ് ആക്ടിവിറ്റി നടക്കുന്നില്ല. മാനുഫാക്ചറിങ് പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. അവിടെ എന്താണ്? സാധനങ്ങൾ മേടിക്കുന്നു, സാധനങ്ങൾ വിൽക്കുന്നു. ബൈയിങ് ആൻഡ് സെല്ലിങ് മാത്രമാണ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഓൺട്രപ്രണേഴ്സിനെയാണ് വി സേ എന്ത് ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ. ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണറിൽ വരുന്നത് ഹൈഫൻ ഇട്ടിട്ടും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഹു അണ്ടർടേക്സ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. സോ ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്, മാനുഫാക്ചറിങ് ഓഫ് എ പ്രോഡക്റ്റ് എന്നുള്ളത് അവിടെ എന്തെങ്കിലും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടായിരിക്കും, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരിക്കും, അസംബ്ലിങ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻപുട്ട് യൂസ് ചെയ്ത് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് ഫൈനൽ ഔട്ട്പുട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ ആയിട്ട് മാറുന്ന ഒരു ആക്ടിവിറ്റി. ഓക്കെ, പ്രോസസ്സ് ഓഫ് കണ്ടിന്യൂസ് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്നെ പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ എന്ന്. ഓക്കെ, ആൻഡ് ദെൻ ഫോർത്ത് വൺ ഇസ് കോർപ്പറേറ്റ് ഓൺട്രപ്രണർ. കോർപ്പറേറ്റ് ഓൺട്രപ്രണറിൽ വരുന്നത് ഹു ഡെമോൺസ്ട്രേറ്റ്സ് ഹിസ് ഇന്നോവേറ്റീവ് സ്കിൽ ഇൻ ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് എ കോർപ്പറേറ്റ് അണ്ടർടേക്കിംഗ്. സോ ഒരു ബിഗ് ബിസിനസ് ലെവലിൽ, ഒരു കോർപ്പറേറ്റ് അണ്ടർടേക്കിംഗ് ലെവലിൽ നമ്മുടെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഓൺട്രപ്രണർ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇൻ ദിസ് ടൈപ്പ് വരുന്നത് അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ എന്നുള്ളതാണ്. സോ അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഹു അണ്ടർടേക്സ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് റേസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ക്രോപ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് അതർ ഇൻപുട്സ് ഓഫ് അഗ്രികൾച്ചർ. അപ്പം നമുക്കവിടെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ റേസിംഗ് ഓഫ് ക്രോപ്സ് ആയിരിക്കാം, അതേപോലെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള ക്രോപ്പിനെ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നതായിരിക്കാം. ആ ഒരു ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഓൺട്രപ്രണേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇവരിനെ അഗ്രിപ്രന്യേഴ്സ് എന്നും നമ്മൾ പറയാറുണ്ട്. ഇവർക്ക് മറ്റൊരു പേരെന്താണ്? അഗ്രിപ്രന്യേഴ്സ്. അപ്പം നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് കാറ്റഗറി ഓഫ് ഓൺട്രപ്രണേഴ്സ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് മോട്ടിവേഷൻ.
എന്ത് മോട്ടിവേഷൻ ബേസിസിലാണ് നമ്മൾ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്, ഓർഗനൈസേഷൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്യുവർ ഓൺട്രപ്രനറാണ്. പ്യുവർ ഓൺട്രപ്രനിയർ who are motivated by psychological and economic rewards. അയാളുടെ സൈക്കോളജിക്കലായിട്ടുള്ള മോട്ടിവേഷൻ കൊണ്ട് എക്കണോമിക് റിവാർഡ്സിന് വേണ്ടി, അയാളുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ഓൺട്രപ്രനിയേഴ്സ് അവർ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത്. അതിനെയാണ് പ്യുവർ ഓൺട്രപ്രനിയേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇതിൽ 4 കാറ്റഗറിയാണ് വരുന്നത്. അതിൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രനിയർ ആണ്. സോ ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രനർ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഇൻഡ്യൂസിങ് ദെം ടു ടേക്ക് അപ്പ് ദി ഓൺട്രപ്രനറൽ ആക്ടിവിറ്റി എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ഗവൺമെൻറ് സബ്സിഡീസ് ആൻഡ് ഇൻസെൻറ്റീവ്സ്. ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡീസും ഇൻസെൻറ്റീവ്സും ഈ കാര്യങ്ങളൊക്കെയാണ് അവരെ ഏറ്റവും കൂടുതൽ എന്തിനു പ്രേരിപ്പിക്കുന്നത്, ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ട്. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞ പോലെ, ഫിനാൻസ് മിനിസ്റ്റേഴ്സ് നമ്മൾ ബിസിനസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഇൻസെൻറ്റീവ്സും അല്ലെങ്കിൽ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസോ അതല്ലാന്നുണ്ടെങ്കിൽ സബ്സിഡീസോ ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്താലാണ് എന്തൊക്കെയാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക എന്നുള്ള കാര്യങ്ങളും അവർ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് അവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ചില ബിസിനസ് കൺസേണിന് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പണിത് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ കൺസെഷണൽ റേറ്റിന് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ചിലതിന് മാർക്കറ്റിങ്ങിനുള്ള ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടു അവെയിൽ ദ ബെനിഫിറ്റ്സ് ഫ്രം ദി ഗവൺമെൻറ്, ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ട് ദേ ആർ ടേക്കിംഗ് അപ്പ് ദി ഓൺട്രപ്രനറൽ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. സോ ദ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രനർ ആണ്. ആൻഡ് തേർഡ് വൺ ഈസ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രനിയർ. മോട്ടിവേറ്റഡ് ഓൺട്രപ്രനർ എന്ന് പറയുന്നത് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് സ്കിൽസ്. അതായത് ആ ഒരു പേഴ്സണിനെ പ്രൊഫഷണൽ ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കും, സ്കിൽസ് ഉണ്ടായിരിക്കും, ഹി മൈറ്റ് ബി ഹാവിങ് എ ഗുഡ് എക്സ്പീരിയൻസ് ഓൾസോ. സോ ഹി ഹാസ് ടു പുട്ട് ഓൾ ദോസ് തിങ്സ് എന്നുള്ളതാണ്. അങ്ങനെയാണ്. അപ്പോൾ അതിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രനേഴ്സിൽ വരുന്നത്. ഓക്കെ, അയാളുടെ സ്വന്തം ടാലൻറ്റ്, അയാളുടെ സ്വന്തം ആക്ടിവിറ്റി, അയാളുടെ സ്വന്തം എക്സ്പീരിയൻസ്, അയാളുടെ സ്വന്തം പ്രൊഫഷൻ, സോ അതൊക്കെ എന്താ പറയുക രംഗത്തേക്ക് കൊണ്ടുവരാൻ, അതൊക്കെ ഒരു പുട്ട് ഇൻ ടു യൂസിന് വേണ്ടിയിട്ട് അയാൾ തുടങ്ങുന്നതായിരിക്കാം. സോ അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രനേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇൻ ദിസ് കാറ്റഗറി ഈസ് സ്പോണ്ടേനിയസ് ഓൺട്രപ്രനേഴ്സ്. അപ്പോൾ ഇവരെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ദി ഓൺട്രപ്രനേഴ്സ് വിത്ത് ഇനിഷ്യേറ്റീവ്, ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദെയർ എബിലിറ്റി. സോ അണ്ടർടേക്ക് ഓൺട്രപ്രനറൽ ആക്ടിവിറ്റീസ്. അവർക്ക് ചില മോട്ടിവേഷൻസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അയാൾക്ക് വീണ് കിട്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അതിനെ അയാൾ മോട്ടിവേറ്റ് ചെയ്തെടുത്ത് അയാൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് സ്പോണ്ടേനിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് സ്പോണ്ടേനിയസ് ഓൺട്രപ്രനേഴ്സിൽ വരുന്നത്. ഓക്കെ, ഇനി തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രനിയർ, മോഡേൺ ഓൺട്രപ്രനിയർ ആൻഡ് ക്ലാസിക്കൽ ഓൺട്രപ്രനിയർ. 3 കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രനിയർ എന്ന് പറയുന്നത് ഹി ഈസ് വൺ ഹു സ്റ്റാർട്ട്സ് എൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ബൈ മീൻസ് ഓഫ് ഹിസ് ഓൺ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആൻഡ് സ്കിൽസ്. അയാൾ ഒരു എന്താ പറയുക, ഒരു ഇന്നോവേറ്റീവായ ഐഡിയയോട് കൂടിയിട്ട് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി. അയാൾ ടെക്നോളജി, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, സർവീസ് എന്തൊക്കെയാണെന്ന്, അയാൾക്ക് ഓൺട്രപ്രനർഷിപ്പ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അയാൾക്ക് കിട്ടിയ ഒരു ഐഡിയ. ഓക്കെ, അയാൾക്ക് ചിലപ്പോൾ കുറച്ച് പൈസ ഉണ്ടായിരിക്കാം, അയാൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം തോന്നിയിട്ടുണ്ടായിരിക്കാം, അയാളുടെ ഇൻട്രസ്റ്റിലുള്ളത് അയാളുടെ മനസ്സിലുള്ളതും കൊണ്ട് അയാൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. ഈ കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും വരും. ഓക്കെ, സെക്കൻഡ് തിങ് ഈസ് മോഡേൺ ഓൺട്രപ്രനിയർ. He is an entrepreneur who undertakes those ventures which suit the modern marketing needs. അപ്പോൾ മോഡേൺ ഓൺട്രപ്രനർ ആരാണ്? മോഡേൺ മാർക്കറ്റിംഗ് നീഡ്സ് എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ടൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ,
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആദ്യത്തെ പോയിന്റിലേക്ക് ഞാൻ വീണ്ടും വരുന്നു. ആദ്യത്തെ പോയിന്റിൽ എന്താണ്, ഒരു ഓൺട്രപ്രീനർഷിപ്പ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു വ്യക്തി, അയാളുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് അയാൾ തുടങ്ങുന്ന ഒരു കാര്യമാണ്. ക്ലിക്കായാൽ ക്ലിക്കായി, ഇല്ലെങ്കിൽ ഇല്ല. ചിലവരുടെ ശരിയാവും, ചിലവർ ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ വരുന്ന തെറ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഹി ഈസ് നോട്ട് സ്റ്റഡിങ് അബൌട്ട് ദി മാർക്കറ്റ് നീഡ്സ് എന്നുള്ളതാണ്. വാട്ട് ദി കസ്റ്റമർ ആക്ച്വലി വാണ്ട് എന്നുള്ളത് അയാൾ അന്വേഷിക്കുന്നില്ല. സോ അയാളുടെ ഐഡിയ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ സാഹചര്യം അനുസരിച്ച് അയാളൊരു കാര്യം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സോ അതിനെയാണ് ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. പക്ഷേ മോഡേൺ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് നീഡ്സ് എന്താണ് എന്ന് സ്റ്റഡി ചെയ്തിട്ട് എടുക്കുന്നൊരു വ്യക്തിനെ അല്ലെങ്കിൽ തുടങ്ങുന്നൊരു ബിസിനസ് യൂണിറ്റിനെയാണ് മോഡേൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ക്ലാസിക്കൽ ഓൺട്രപ്രണർ ആണ്. He is one who develops a self-supporting venture for the satisfaction of customer needs. മൂന്നാമത്തെ കാറ്റഗറി ഒന്നും കൂടി മാറി. വാട്ട് എ കസ്റ്റമർ ആക്ച്വലി നീഡ് എന്നുള്ളതാണ്. മാർക്കറ്റിലേക്ക് എന്താണ് ആവശ്യം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ വായ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നതല്ല. ഒരു കസ്റ്റമറിന് എന്താണോ ആവശ്യം അതാണ് നമുക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് അവിടെ മാറ്റം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന ആൾക്കാർ എന്താണ്, അവരുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ശരി എന്നാൽ നമുക്കിതൊരു കച്ചവടത്തിലേക്ക് ഇറങ്ങാം. ഓക്കെ, ദാറ്റ് ഈസ് ദ മാറ്റർ. അവിടെ വേറെ ഒന്നും ഒരു നീഡ്സും അയാൾ നോക്കാനില്ല. സെക്കൻഡ് മോഡേൺ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് വാട്ട് ദി ആക്ച്വലി മാർക്കറ്റ് നീഡ്സ്. മാർക്കറ്റിങ്ങിൽ എന്തൊക്കെയാണോ ആവശ്യം, മാർക്കറ്റ് നീഡ്സ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. തേർഡ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്, ക്ലാസിക്കൽ ഓൺട്രപ്രണർ എന്ന് പറയുന്ന വ്യക്തി, ഹി ആക്ച്വലി സ്റ്റഡീസ് ദി മാർക്കറ്റ് ആൻഡ് ഹി ഓൾസോ സെർച്ചസ് ഫോർ ദി ക്യാപിറ്റൽ ലേബർ വെർ ഇറ്റ് ലൈസ് ഡൗൺ എന്നുള്ളതൊക്കെ അന്വേഷിക്കുക. അതേപോലെ തന്നെ ആൻഡ് വാട്ട് ദി ആക്ച്വലി കസ്റ്റമർ നീഡ്സ് എന്നുള്ള ആൾക്കാരുടെ ആവശ്യം എന്താണ്, സോ അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തുടങ്ങുന്നതാണ് ക്ലാസിക്കൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലാരൻസ് ഡെൻഹോഫ്. ക്ലാരൻസ് ഡെൻഹോഫ് തരുന്നൊരു ക്ലാസിഫിക്കേഷനാണ്. അതിലൊരു 4 കാറ്റഗറി വരുന്നുണ്ട്. ഇതൊക്കെ 2 മാർക്സ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഫൈനലി ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ എ എസ് എ ക്വസ്റ്റ്യൻ ഓൾസോ. അപ്പോൾ ഇത് നോർമലി 2 മാർക്സ് ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ക്ലാരൻസ് ഡെൻഹോഫ് തരുന്ന അമേരിക്കൻ അഗ്രികൾച്ചറാണ്. അപ്പോൾ ആൾ ക്ലാസിഫൈ ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് 4 കാറ്റഗറീസ് ആണ്. ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, ഫെബിയാൻ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, ആൻഡ് ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. സോ ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഇന്നോവേറ്റ്സ്, എ പേഴ്സൺ ഹു ഹാസ് ദി ക്രിയേറ്റിവിറ്റി. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ക്രിയേറ്റിവിറ്റിയോട്, ഒരു പുതിയ തിങ്ങിനോട്, ഒരു പുതിയ ഐഡിയയോട് കൂടിയിട്ട് മാർക്കറ്റിലേക്ക് വരിക എന്നുള്ളത്. ഹി ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ ദി പാസ്റ്റ് തിങ്സ് വിച്ച് ആർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദി മാർക്കറ്റ് എന്നുള്ളത്. സോ ഹി ഈസ് കമ്മിങ് വിത്ത് ദി ന്യൂ ഐഡിയ, ന്യൂ ക്രിയേറ്റിവിറ്റി, എ ഫ്രഷ് ലുക്ക് എന്നുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് ഇന്നോവേഷനോട് കൂടിയിട്ട് വരുന്ന ആൾക്കാരാണ്. സോ ദേ വിൽ ബി എനർജറ്റിക് ആൻഡ് എൻതൂസിയാസ്റ്റിക് ഓൾസോ. സോ അങ്ങനെ വരുന്നൊരു കാറ്റഗറിയാണ് ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണേഴ്സ് ആണ്, അല്ലെങ്കിൽ അഡോപ്റ്റീവ് ഓൺട്രപ്രണേഴ്സ് എന്നും നമുക്ക് അവരെ പറയാം. ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് ദേ ജസ്റ്റ് ഇമിറ്റേറ്റ് വാട്ട് ദി അതർ പീപ്പിൾ ഡു എന്നുള്ളതാണ്. സോ നമ്മുടെ ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ് അവിടെ കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ദീസ് പീപ്പിൾ ആർ നോട്ട് റെഡി ടു ടേക്ക് എനി അതർ റിസ്ക്. പുതിയ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് അവരെന്താണോ ചെയ്യുന്നത് അത് അതേപോലെ തന്നെ കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ഇമിറ്റേറ്റീവ് അല്ലെങ്കിൽ അഡോപ്റ്റീവ് ഓൺട്രപ്രണേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് കാറ്റഗറിയിൽ വരുന്നതാണ് ഫെബിയാൻ ഓൺട്രപ്രണേഴ്സ്. ഫെബിയാൻ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ദേ ഹാവ് ട്രഡീഷണൽ മെത്തേഡ്. അവർ ഫോളോ ചെയ്യുന്ന ട്രഡീഷണൽ മെത്തേഡ് ആയിരിക്കും. ആൻഡ് ദേ ആർ ഓൾസോ വെരി ഷൈ ആൻഡ് ഓൾസോ വെരി ലേസി ഓൾസോ. അപ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവർ പുതിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് അവർ ഉദ്ദേശിക്കണില്ല. ഓക്കെ, ദേ ട്രൈ ടു ഫോളോ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദി പ്രെഡസസേഴ്സ്. അവരുടെ മുമ്പുള്ള അവരുടെ ഫാദേഴ്സ് എങ്ങനെയാണ്, വാട്ട് ദേ ഹാവ് ഡൺ ഇൻ ദി ബിസിനസ്, ദി സെയിം മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. ഡ്രോൺ ഓൺട്രപ്രണേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഹു റിഫ്യൂസ് ടു അഡോപ്റ്റ് ആൻഡ് റിഫ്യൂസ് ഓപ്പർച്യൂണിറ്റീസ്. ഒരിക്കലും പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.
and also they never use any opportunities and never bring any new change in their production process. ഒരു മാറ്റം അവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണില്ല. ഈവൻ ഇഫ് ദേ സഫർ ലോസസ്, എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാലും സംഭവിക്കട്ടെ, പോണ വരിക്കും പോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ എന്തുണ്ടാവണം, ഇങ്ങനെ നഷ്ടം സംഭവിച്ച് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ദേ വിൽ ബി ത്രോൺ ഔട്ട് ഫ്രം ദി മാർക്കറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അവർ പിന്നെ മാർക്കറ്റിലേ ഉണ്ടാവില്ല. സോ ദോസ് കാറ്റഗറീസാണ് നമ്മൾ ഏതിൽ വരുന്നത്, ഡ്രോൺ ഓൺടർപ്രണേഴ്സിൽ വരുന്നത്. അവരെ നമ്മൾ ലെഗേർഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ലെഗേർഡ്സ്. They are called laggards because they continue to operate in their traditional way and resist changes. Laggard എന്ന് നമ്മൾ പറയുന്ന പേഴ്സൺ ഒരു സ്ലോ പ്രോഗ്രസ് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ സ്ലോ പ്രോഗ്രസ് വന്ന് ഏറ്റവും തൊപ്പിയിട്ട് ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാവരും മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അതിജീവിച്ച് സർവൈവ് ചെയ്ത് പോകുമ്പോൾ ഇതൊന്നും ചെയ്യാതെ ഡംപായിട്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അങ്ങനെയാണ് ഡ്രോൺ ഓൺടർപ്രണേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി വരുന്ന ഒരു 2 കാറ്റഗറി എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ ഓൺടർപ്രണേഴ്സ് ആൻഡ് സോഷ്യൽ ഓൺടർപ്രണേഴ്സ് എന്നുള്ളതാണ്. കമേഴ്ഷ്യൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഹു സ്റ്റാർട്ട് ബിസിനസ് എൻ്റർപ്രൈസസ് ഫോർ ദേ പേഴ്സണൽ ഗെയിൻ എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കമേഴ്ഷ്യൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ആണ് സോഷ്യൽ ഓൺടർപ്രണേഴ്സാണ്. സോഷ്യൽ ഓൺടർപ്രണേഴ്സിൽ വരുന്നത് who identify, evaluate and exploit opportunities that create social value and not personal wealth. അപ്പോൾ ഇവിടെ സോഷ്യൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, സൊസൈറ്റിയോട് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉള്ള ആൾക്കാരായിരിക്കും. സൊസൈറ്റിക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം, സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും. സോ അവർക്ക് ദറ്റ് ഈസ് പേഴ്സണൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് ദേ ക്യാൻ ഡു ഫോർ ദി സൊസൈറ്റി ഓർ ദി ഗവൺമെൻറ്, ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ദോസ് പീപ്പിൾ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് സോഷ്യൽ ഓൺടർപ്രണേഴ്സിൽ വരുന്നത്. ഈ സോഷ്യൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന പേഴ്സൺ, ഓക്കെ, ഹി ഹാസ് അവാർഡ് ദി നൊബേൽ പ്രൈസ് ഫോർ പീസ് ഇൻ 2006. അപ്പോൾ നൊബേൽ പീസ് പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന വ്യക്തി. എന്തിനു വേണ്ടിയിട്ടാണ്? ആളാണ് നമ്മുടെ ഗ്രാമീൺ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ഗ്രാമീൺ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്നുണ്ടെങ്കിൽ ഇൻ പ്രൊവൈഡിങ് സ്മോൾ ലോൺസ് ടു പുവർ ഓൺടർപ്രണേഴ്സ്, മൈക്രോ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതെവിടെയാണ്? ബംഗ്ലാദേശിലുള്ള ആൾക്കാർക്ക് ഒരു എന്താ പറയുക, പുവർ ഓൺടർപ്രണേഴ്സ് ആണ് അവിടെ ഉള്ളവർ. സോ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടി തുടങ്ങിയതാണ് ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് മൈക്രോ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് യൂനസിനെ നൊബേൽ പ്രൈസ് ഫോർ പീസ് എന്ന് പറയുന്നത് 2006 അവാർഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. നമ്മുടെ ഓൺടർപ്രീനർഷിപ്പ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ സിലബസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹു ഈസ് ആൻ ഓൺടർപ്രീനർ എന്നുള്ളത്, ഓൺടർപ്രീനറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതും, ടൈപ്സ് ഓഫ് ഓൺടർപ്രീനേഴ്സ്. വളരെ രസകരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഓൺടർപ്രീനർഷിപ്പ് ഡെവലപ്മെൻറ്റ്. അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കതിൽ പഠിക്കാനുണ്ട്, അറിയാനുണ്ട്, നമ്മൾ ചെയ്യാനുണ്ട്. ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നല്ല രസകരമായിട്ടുള്ള ക്ലാസ്സുകളായിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. സോ താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ.